കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് കൊടുത്ത് അങ്ങനെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. പിന്നീട് കുട്ടികളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ബാക്കി നമുക്ക് നാളെ ചെയ്ത് നോക്കാന്ന് പറയാണ്. ഇപ്പൊ ഏകദേശമൊക്കെ എത്തിയില്ല കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ല. പിന്നീട് നിരഞ്ജനയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ നിരഞ്ജനെ, നീ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്ന് പറയാം. ശരി ടീച്ചറെ, തെറ്റിപ്പോയ സ്റ്റെപ്പൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്തോളാന്ന് പറയാം. എന്നാൽ നമുക്ക് നാളെ കാണാന്ന് പറയണം. അങ്ങനെ കുട്ടികൾ അങ്ങോട്ട് പോവാം. ഈ സമയം ബാഗൊക്കെ എടുത്ത് പല്ലവി പോകാനായിട്ട് റെഡിയാവുന്ന സമയത്താണ് രമേശ് ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ആഹാ, പല്ലവി ടീച്ചറെ ഡാൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടു. ഇത്ര നല്ല കഴിവുള്ള ടീച്ചറാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ഇത് കേട്ടതും പല്ലവി ടീച്ചർ പറഞ്ഞു, ഏയ് ചുമ്മാ അങ്ങനെയൊന്നും പറയില്ല രമേശ് ചേട്ടാന്ന് പറയാണ്. എനിക്ക് അതിന് മാത്രം കഴിവൊന്നുമില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ഡാൻസ് സൂപ്പറാ. അല്ല ടീച്ചർ പോകാൻ റെഡിയാവുകയാണെന്ന് ചോദിച്ചാൽ, അതെ പോകാൻ റെഡിയാവുക. അതെ ടീച്ചർ സേതു അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം. ആണോ, എന്നാ ശരി, ഞാൻ സേതുവേട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ചെല്ല് ഇന്ന് മൊത്തം അതിന് കഥകളൊക്കെ പറഞ്ഞിരിക്കാനുള്ള രാത്രിയില് നിങ്ങൾക്ക് രണ്ടുപേർക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രമേശൻ. ഈ സമയത്ത് പല്ലവി മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സേതു ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിപ്പറിക്കി വെച്ചോണ്ടിരിക്കുമല്ലോ. പെട്ടെന്ന് പല്ലവിനെ കണ്ടു വെച്ചിട്ട്, അല്ല പോകാൻ സമയമായെന്ന് ചോദിക്കുക. അതെ ഞാൻ ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു. പിന്നീട് പല്ലവി പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ചിറങ്ങാം, സേതുവേട്ടനും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറയണം. അത് കുഴപ്പമില്ലാന്ന് പറയണേ. വേണ്ട, സേതുവേട്ടനോടൊപ്പം ഇനി ഞാനും കൂടെ കൂടാ, എന്നാൽ എത്രയും പെട്ടെന്ന് തീരുമല്ലോ. നല്ല മഴയ്ക്കുള്ള കോളാന്ന് തോന്നേ, ഇത്ര സമയം എന്ത് മഴയായിരുന്നു സേതുവേട്ടാന്ന് പറയാ. അത് ശരിയാ. പിന്നീട് പല്ലവിയും കൂടെ പൂമാലയൊക്കെ എടുത്തു വെക്കാനൊക്കെ കൂടുകയാണ്. അങ്ങനെ അവരെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പല്ലവി പറഞ്ഞു, നാളെ മഴയില്ലായിരുന്നാ മതിയായിരുന്നു, നാളെ മഴയാണെങ്കിൽ ആകെ പടക്കാര്യങ്ങളൊക്കെ കൊളാകുമെന്ന് പറയാണ് ഇവന്റെയൊക്കെ. സേതു പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്? അതെ മഴ പെയ്തിട്ടാണെങ്കിൽ ഒരു തുള്ളി വെള്ളം അകത്ത് വീഴില്ല. ഈ ജെ2 കമ്പനിയാ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പന്തലൊക്കെ നല്ല അടിപൊളിയായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. അതോർത്ത് പല്ലവി വിഷമിക്കണ്ടെന്ന് പറയാം. മനസ്സിലായെന്ന് പറയാണ്. ഈ സമയം അങ്ങോട്ട് പോയ രമേശ് തിരികെ വരുവാണ്. രമേശ് എന്ത് ചെയ്യാണ്, കയ്യിലിരുന്ന് ആ മൊബൈൽ ജാമർ അതിങ്ങനെ പുറത്ത് വെക്കുവാണ്. പുറത്ത് വെച്ചിട്ട് അകത്തേക്കൊന്ന് എത്തി നോക്കി. അപ്പൊ സേതുവും പല്ലവിയും ഭയങ്കര സംസാരമാണ്. സംസാരിച്ച് സേതു ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഥകിന്റെ പകുതി പാളി തുറന്നു കിടക്കുക, പകുതി പാളി ഇന്നിങ്ങനെ അടഞ്ഞും കിടക്കുക. അപ്പൊ തുറന്നു കിടന്ന പാളി അകത്തേക്കൊന്ന് വലിച്ചടയ്ക്കണമല്ലോ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കമ്പിയുടെ ചെറിയൊരു പീസ് കിടക്കുന്നുണ്ട്. അതെടുത്ത് ആ കുഴയിലേക്ക് ഇട്ട് ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കാതെ. പിന്നീട് അതും കൂടി പുറത്തുനിന്ന് പൂട്ടി. സംസാരിച്ചുകൊണ്ടിരുന്ന സേതു പല്ലവി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് പല്ലവി പറഞ്ഞു, അതെ പണികളൊക്കെ തീർന്നില്ലേ, നമുക്ക് പോയാലെന്ന് ചോദിക്കാം. പെട്ടെന്ന് സേതു പറഞ്ഞാൽ ശരി പോയേക്കാം, ഈ മാലയും കൂടെ അങ്ങ് എടുത്തു വെച്ചിട്ട് പോയേക്കാന്ന് പറയാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, ഇങ്ങോട്ട് ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി എന്ത് ചെയ്യണം, കുറെ മാല ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടേ വെക്കാൻ തുടങ്ങുവാണ്. ഈ സമയം പല്ലവിയുടെ ചെരുപ്പ് അങ്ങനെ ഒരു പ്ലാസ്റ്റിക് തന്നെ അങ്ങോട്ട് സ്ലിപ്പായി അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് പല്ലവി അങ്ങോട്ട് വീഴാൻ തുടങ്ങി. സേതു കയറി അങ്ങോട്ട് പിടിച്ചു. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുമോ 2 മിനിറ്റ് നേരം. പല്ലവിയുടെ കയ്യിൽ നിന്ന് പൂമാല എല്ലാം കൂടെ താഴേക്ക് പോയി. പെട്ടെന്ന് കണ്ണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേർക്ക് എന്തോ ഒരു പ്രത്യേക ഒരു വൈബ്. പെട്ടെന്ന് സേതുവും പല്ലവിയും കൂടെ അകന്ന് മാറുവാണ്. ഒരു നിമിഷത്തേക്ക് രണ്ടുപേരും കൂടെ വേറെ ഏതോ സ്വപ്നങ്ങൾ കണ്ടു ആ ഒരു രീതിയിലേക്കായി പോരുന്ന കാര്യങ്ങൾ. സേതുവിന് ഓൾറെഡി ഒരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ സേതുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് എന്തോ ആ കണ്ണുകളിൽ ഒരു പ്രണയം തോന്നിയായിരുന്നു. പക്ഷെ പല്ലവിക്ക് തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന്. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ നമുക്ക് ഇറങ്ങിയാലോന്ന് ചോദിക്കാം. ശരി ഇറങ്ങാന്ന് പറയണ. ഞാൻ പോയെന്നാൽ ബാഗ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഡോറിന് അങ്ങോട്ട് ചെല്ലുവാണ്. ഡോർ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സേതുവേട്ടാ, ഇത് തുറക്കാൻ പറ്റുന്നില്ല, അടഞ്ഞതായിരിക്കുന്നേ, ഇനി കാറ്റ് വീശി കഴിയുമ്പോൾ അടഞ്ഞു പോയതായിരിക്കും, ഒന്നുകൂടെ വലിച്ചു തുറക്കുക, ഇതാ പറയുന്ന ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത്. അല്ല സേതുവേട്ടാ, ഇത് വലിച്ചിട്ട് വരുന്നില്ല, പുറത്തുനിന്ന് ആരോ പൂട്ടിയും തോന്നേ. പുറത്തുനിന്ന് പൂട്ടിയോ എന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് വരുവാണ്. സേതുവും വന്ന് വലിച്ചു നോക്കി, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, ഇതെന്ത് മറിമായം. അവിടുന്ന് ഡോറെ കൊട്ടിയിട്ട് പല്ലവി സേതു രമേശേണ്ണനെ വിളിക്കുന്നുണ്ട്. പക്ഷെ കിട്ടിയില്ല. രമേശേണ്ണ ഇപ്പൊ പോയി കാണുമെന്ന് പറയാം. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഫോണല്ലേ ഉള്ളേ, നമുക്ക് ഫോൺ വിളിച്ച് പറയാം എന്ന് പറഞ്ഞോണ്ട് വന്ന് സേതു ഫോൺ എടുക്കുക. റേഞ്ച് കിട്ടുന്നില്ല. പല്ലവി, എന്റെ ഫോണിനകത്ത് റേഞ്ച് കിട്ടുന്നില്ല, നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഫോണെടുത്തുനിന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. അങ്ങനെ പല്ലവിയുടെ ഫോണെടുത്ത് വിളിക്കാൻ നോക്കിയപ്പോ അതിനകത്ത് റേഞ്ചില്ല. ഇതെന്ത് പറ്റി? സേതു എന്ത് ചെയ്യണം, ഫോൺ വീണ്ടും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കുവാണ്. എന്നിട്ട് റേഞ്ച് കിട്ടുന്നില്ല. പല്ലവിക്ക് ടെൻഷനായി. പല്ലവി നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തായാലും വഴി ഉണ്ടാക്കാന്ന് പറയാണ്. പിന്നീട്
സേതും പല്ലവി കഥകെ പോയി മുട്ടി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും കൊണ്ട് ഒന്ന് തുറക്കാൻ പറഞ്ഞുണ്ട്. പക്ഷെ ആര് തുറക്കാനായിട്ടാ? ആരും തുറക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം പല്ലവിയെ കാണാതെ വല്ലാത്ത ടെൻഷനിലാ ശോഭ. ശോഭ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോർത്ത് ഇതെന്താ അവളിതിലായിട്ടും വരാത്തെ, ഒന്ന് വിളിച്ചു നോക്കാന്നോർത്ത് വിളിച്ചു നോക്കുവാണ്. അപ്പൊ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയണേ. ഇതെന്ത് പറ്റി ഇങ്ങനെ പറയാനായിട്ട്? ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ സമയം പാറു അങ്ങോട്ട് വന്നു. പാറു, നീ ചേച്ചീനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. എന്തിനാ അമ്മേ? ഇതുവരെയായിട്ടും വന്നില്ലോ എന്റെ അമ്മേ. ചേച്ചി വന്നോളൂ ഇങ്ങോട്ട്. കുഞ്ഞൊന്നും അല്ലല്ലോ, ചേച്ചിക്ക് അറിയാൻ വരാനിട്ട്. ചേച്ചി രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത്, കുറച്ച് ലേറ്റ് ആവുന്ന. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ കടന്ന് ചൂടാവുന്നേ, ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുക. അതെ, ഒരു പെറ്റമ്മയുടെ വേദന എന്താന്ന് നിനക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാണെങ്കിൽ നീ ഒരു അമ്മയാവണം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പണി അങ്ങോട്ട് ചെയ്താൽ മതി. വിളിക്കാൻ പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് പാറു വിളിച്ചു നോക്കണം. പാറ വിളിച്ചപ്പോ ഇതേ അവസ്ഥ തന്നെ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. എൻ്റെ അമ്മേ, ചേച്ചിക്ക് അവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നേ. അമ്മ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇച്ചിരി കഴിയുമ്പോൾ ചേച്ചി വന്നോളൂ എന്ന് പറയാ. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പല്ലവി സേതും കൂടെ. ഈ സമയം സേതു കുറച്ച് വെള്ളം കുടിക്കാനെടുത്തു. പല്ലവി അടിച്ച് വെള്ളം വേണോ വേണ്ടാന്ന് പറയാണ്. സേതു വന്ന് മൊത്തം കുടിച്ചു തീർക്കാൻ തുടങ്ങി. പല്ലവി നിങ്ങൾ താ ഇങ്ങോട്ട്, വേണ്ടാന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് കുടിച്ചോടെന്ന് പറയാം. പിന്നെ പല്ലവിയും മേടിച്ച് കുടിക്കുകയാണ്. ഇത് ചിലപ്പോൾ സേതു പറഞ്ഞു, ഇതാദ്യം അങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നെന്ന് ചോദിക്കുക. അതെ, വിശക്കുന്നുണ്ടോന്ന് ചോദിക്കുക. ഇല്ല, എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലാന്ന് പറയണം. എന്നെ കാണാതെ ഇപ്പൊ എന്റെ വീട്ടുകാർ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഒന്ന് ഫോൺ വിളിച്ച് പറയാനും കൂടി പറ്റുന്നില്ലോ. അവർക്കിപ്പം നല്ല വിഷമം കാണുമായിരിക്കും എന്ന് പറയാം. സേതു പിന്നീട് അവിടെ പോയിട്ട് ജനലൊക്കെ ഒന്ന് തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് അങ്ങോട്ട് തണുക്കാനും തുടങ്ങി. വല്ലാത്തൊരവസ്ഥ പോലെ. എന്താ പല്ലവി, എന്താ പറ്റിയെന്ന് ചോദിക്കും. എന്താണെന്നറിയത്തില്ല, വല്ലാതെ തണുക്കുന്നുണ്ട്, നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയാം. അതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന്? അതെ, എനിക്ക് ടെൻഷൻ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പെട്ടെന്ന് പനി ഉണ്ടാവുമെന്ന് പറയാം. എനിക്ക് വിശന്നാലാ എനിക്ക് പനി പിടിക്കുന്നത്. സേതുവേട്ടാ, ഇത് കോമഡി പറയാനുള്ള സമയമല്ലെന്ന് പറയും. ഞാൻ കോമഡി പറഞ്ഞല്ലടോ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാന്ന് പറയാം. അതെ, തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് തരട്ടെ, ഞാൻ നോക്കട്ടെ ഇവിടെ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടോന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് നോക്കി കളഞ്ഞപ്പോൾ ഒരു ബിസ്ക്കറ്റ് കിട്ടി. കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മിത്രമായിട്ട് മേടിച്ച് ആ ബോക്സിനകത്തിട്ട് ആ ബിസ്ക്കറ്റ് ഇടയ്ക്ക് എപ്പോഴും കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് എങ്ങനെയാലും എൻ്റെ വീട്ടിലൊന്ന് പോയാൽ മതി. എൻ്റെ അച്ഛനെ അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. എടോ, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്ത് പറ്റി? കിടക്കണമെന്ന് ചോദിക്കുക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ തോന്നുന്നുണ്ട്, തലയൊക്കെ പൊട്ടി പോവാന്ന് പറയണം. പെട്ടെന്ന് സേതു എന്ത് ചെയ്യണം, അവിടെ കുറെ കാർഡ്ബോർഡ് ബോക്സ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ വലിച്ചു കീറി അങ്ങനെ നിലത്ത് പിരിച്ചു. നിലത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ പേപ്പറെല്ലാം കൂട്ടി അതിൻ്റെ മേത്തേക്ക് വെച്ചു. പിന്നീട് പല്ലവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കിടക്കാനുള്ള സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പല്ലവിയോട് പറഞ്ഞു, ഇതേ ഇവിടെ വന്ന് കിടന്നോളാൻ പറയാണ്. പല്ലവി അങ്ങനെ അവിടെ പോയി കിടക്കുകയാണ്. കുറെ സമയം കൂടെ കഴിഞ്ഞപ്പോൾ പല്ലവിയെ നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. സേതുവിനാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം പല്ലവിനെ കാണാതെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ശോഭയും പാറുവും കൂടെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ, ആരോട് പോയി ചോദിക്കൂന്ന് പറയാണ്. പല്ലവിനെ കുറിച്ച് ആരോട് ചോദിച്ചാലോ ഒന്നും മറുപടി കിട്ടുന്നേ. നല്ല ടെൻഷനായിരുന്നു. ആ സമയത്താണ് കൂടെ മുകുന്ദൻ മാഷ് വരുന്നത്. മുകുന്ദൻ മാഷ് വന്നിട്ട് ചെന്തു പറ്റി, രണ്ടുപേരും എന്താ ഉമ്മറത്തിറങ്ങി നിൽക്കണേന്ന് ചോദിക്കാം. ദേ, പല്ലവി ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്ന് പറയാം. പല്ലവി മോള് വന്നില്ലേ? അവളെ ഞാൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. അതെ, നീ ടെൻഷൻ അടിക്കണ്ട, അവൾ ഇങ്ങോട്ട് വന്നോളും. അവൾക്ക് ചിലപ്പം എന്തെങ്കിലും ഇച്ചിരി അർജന്റ് കാണും ക്ലാസ്സിൽ. അതല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടതും മുകുന്ദൻ മാഷിന് ഒരു ടെൻഷൻ. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ മാഷ് അങ്ങോട്ട് പോവാണ്. പിന്നെ മുകുന്ദൻ മാഷ് അവിടെയൊക്കെ പോയി ആ കടകളിൽ കൂടെയൊക്കെ അന്വേഷിക്കുകയാണ്. സാധാരണ പല്ലവി ഒന്ന് നിൽക്കാനുള്ള ആ സ്റ്റോപ്പിലൊക്കെ. പക്ഷെ അവരാരും പല്ലവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മുകുന്ദൻ മാഷിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയ മഴയാണ് താനും. പല്ലവി ഇത് എവിടെ പോയിരിക്കുമായിരിക്കും? ഇത്ര സമയമൊന്നും അവൾ വൈകുന്നതല്ല. വൈകിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയുകയും ചെയ്യുന്ന. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം പല്ലവിക്ക് ഭയങ്കരമായിട്ട് പനിക്കാൻ തുടങ്ങി. സേതു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ല. പെട്ടെന്ന് മുണ്ട് പകുതി കീറുവാണ്. പകുതി എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് കീറുവാണ്. മുണ്ടിന്റെ അറ്റം കുറച്ച് കീറി. പിന്നീട് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് പല്ലവിയുടെ നെറ്റിയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ചൂടിന് കുറെ ശമനമാകട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് സേതു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. പല്ലവിയുടെ അടുത്ത് പല്ലവിനെ നോക്കി തന്നെ സേതു ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആദ്യം പിടിച്ച് മുകുന്ദൻ മാഷ് ഓടി നടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവസാനം കോളേജിന്റെ മുന്നിലും വന്നു. ഈ സമയം രമേശൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വാച്ച്മാൻ അല്ലേ, അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, അല്ല രമേശ, പല്ലവി ഇവിടുന്ന് വന്നില്ലോ? വന്നില്ലേ? അതെ, ഇതുവരായിട്ടും വീട്ടിലെത്തിയില്ല. പല്ലവി ഇവിടുന്ന് ഇറങ്ങുന്ന കണ്ടായിരുന്നെന്ന് ചോദിക്കും. പല്ലവി ഇറങ്ങി പോയായിരുന്നല്ലോ എന്ന് പറയണം.
പക്ഷെ ഇതിലായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. അല്ല ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ? അതെ, ആരുടെ അടുത്തും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. അത് കേട്ടതും ഭയങ്കര ടെൻഷനായി പോയി മുകുന്ദൻ ഭാഷന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് രമേശൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അറിയാവുന്നതൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട് രമേശൻ അങ്ങോട്ട് പോവാണ്. രമേശൻ പഴയതുപോലെ തന്നെ അവിടെ പോയി ഇരിക്കുകയാണ്. ഈ സമയം മുകുന്ദൻ ഭാഷ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്താക്കി അകത്ത് ഇങ്ങനെ പനി വിറച്ച് കിടക്കുവാണ് പല്ലവി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.